ഹലോ ഹായ് ഇന്ന് നമ്മുടെ ദേവിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. രാവിലെ തന്നെ സ്കൂളിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇന്ന് സ്കൂളുണ്ട്. അപ്പോൾ അവിടെ കേക്ക് കട്ടിങ്ങും ചോക്ലേറ്റ് എല്ലാവർക്കും കൊടുക്കലും അങ്ങനത്തെ പരിപാടീസ് ഉണ്ട്. അപ്പോൾ അവിടെ എല്ലാ പിള്ളേർക്കും അങ്ങനെയാണ് കേട്ടോ. ആ സെറ്റപ്പ് നമ്മുടെ സ്കൂളിലൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ രാവിലെ തന്നെ ദേവിക്ക് കുറച്ച് മൂഡ് ഓഫ് ഉണ്ടായിരുന്നു. ബർത്ത്ഡേ ആയതുകൊണ്ട് സ്കൂളിൽ പോകണ്ട എന്നൊരു ആചാരം അവൻ്റെ മനസ്സിൽ എവിടെയും ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അതങ്ങ് സ്റ്റോപ്പ് ചെയ്തു. വേഗം റെഡിയായി സ്കൂളിലേക്ക് പോകാൻ പറഞ്ഞു. അപ്പോൾ ആശാൻ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് പുതിയ ഷൂ ഒക്കെ ഇട്ട് അവൻ്റെ മിസ്സുമാരോടൊപ്പം കേക്ക് കട്ടിയാണ്. അവന് സത്യം പറഞ്ഞാൽ അവിടെയുള്ള മിസ്സുമാർ എന്നേക്കാടി അവന് കെയറിങ്ങും സ്നേഹമാണ്. ഞാൻ എന്തെങ്കിലും അടിക്കുകയോ വഴക്കു പറയുകയോ ഒക്കെ ചെയ്താൽ അതൊന്നും വിടാതെ തന്നെ അവൻ്റെ മിസ്സുമാരുടെ അടുത്ത് അവൻ ക്ലിയർ കട്ടായിട്ട് പറഞ്ഞിരിക്കും. അപ്പോൾ അവരുടെ വിഷസും ബ്ലെസ്സിങ്സും ഒക്കെ അവന് കിട്ടിയിട്ടുണ്ട്. അവൻ്റെ ഫസ്റ്റ് സ്കൂളിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അത് തന്നെ 5th. അപ്പോൾ ദേവയുടെ 5th ബർത്ത്ഡേ ഫസ്റ്റ് സ്കൂളിൽ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ കേക്കൊക്കെ രാവിലെ തന്നെ ലക്ഷ്മി പോയി ഓർഡർ ചെയ്തു. നേരത്തെ ഞാൻ ഓർഡർ ചെയ്തിരുന്നു. അപ്പോൾ അവരത് റെഡിയാക്കി തന്നു. അപ്പോൾ രാവിലെ സ്കൂളിൽ ഒരു കേക്ക്, ഇനി ഈവനിങ്ങിന് ഒരു കേക്ക്. അങ്ങനെ ദേവയ്ക്കൊക്കെ ഇപ്പം കേക്കൊക്കെ 2 കേക്കൊക്കെയാണ് കേട്ടോ. നമുക്കൊക്കെ പണ്ടാകെ ഒരു കേക്കൊക്കെ കിട്ടിയെന്നില്ല, എനിക്ക് കിട്ടും. പക്ഷേ പാവം പാറൂസിന് മാത്രം അത് കിട്ടത്തില്ല. അങ്ങനെ സ്കൂളിലെ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വൈകിട്ട് അടുത്ത പാർട്ടിക്ക് പോവുകയാണ്. ഇത് നമ്മൾ പോകുന്നത് റെമീസിലോട്ടാണ്. അപ്പോൾ ദേവയെ ഒന്ന് സെറ്റാക്കി റെഡിയാക്കി കൊണ്ടുവന്നു. അപ്പോൾ ഒരാൾ വർക്കും കഴിഞ്ഞ് വന്നതാണ്. അപ്പോൾ ഞങ്ങൾ 3 പേരും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ എവിടെ എത്തി എന്നുള്ള വിളിച്ചു ചോദ്യങ്ങളാണ്. അവിടെ നമുക്ക് 8 മണിക്കാണ് നമ്മളവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ റെമീസി എത്തിയപ്പം ഓരോരുത്തരായി വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും വർക്കൊക്കെ ഉള്ള ഡേ ആയിരുന്നു. അങ്ങനെ ഏകദേശം കണ്ണൻ ചേട്ടൻ എത്തി, വിശു ചേച്ചി എത്തി, രഞ്ജിത്തേട്ടൻ എത്തി, സോണി ചേച്ചി എത്തി, പിള്ളേർ സെറ്റെല്ലാം എത്തി. അങ്ങനെ ഇപ്പം ഏകദേശം എല്ലാവരും എത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പം അവിടെ വെച്ചിരുന്ന സാധന സാമഗ്രികളെല്ലാം ഒരുവിധം ഞങ്ങൾ മാറ്റി വെച്ചു. പിള്ളേർ കൂടിയല്ലോ. അപ്പോൾ കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പം ദേവയ്ക്ക് അടുത്ത കേക്ക്, ദേവയ്ക്ക് സത്യം പറഞ്ഞാൽ കേക്ക് കട്ട് ചെയ്തതിനേക്കാളും പ്രിയമായിട്ടിരിക്കുന്നത് അതിൻ്റെ മുകളിലിരിക്കുന്ന സ്പൈഡർമാനെ എങ്ങനെ എടുക്കാം. ബാക്കി പിള്ളേർ എടുക്കുന്നതിന് മുമ്പ് അതെടുത്ത് സ്വന്തമാക്കണമെന്നാണ്. സ്പൈഡർമാൻ ഭ്രാന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലേ. അങ്ങനെ എല്ലാവരും അവൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ ഈ നിൽക്കുന്ന എല്ലാം. ഇവരെല്ലാം സത്യം പറഞ്ഞാൽ 1 മാസം 2 മാസം ഗ്യാപ്പുകൾ മാത്രമേ ഉള്ളൂ. കുറച്ച് അവർ അങ്ങനെയാണ്. അവർ കൂടുമ്പോൾ പിന്നെ എല്ലാവരും കൂടെ ഓട്ടമായി ചാട്ടമായി. ഇത് റെമീസ് ഹോട്ടൽ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അവിടെ എങ്ങനെയാണെന്ന്. പക്ഷേ അവരെല്ലാവരും ഞങ്ങളെ അത്രയും നേരം സഹിച്ചതിന് അവരോട് സത്യം പറഞ്ഞാൽ ഇതിലൂടെ നന്ദി പറയുകയാണ്. അപ്പം ദേവയ്ക്ക് കേക്കൊക്കെ ദേവ രാവിലെ തന്നെ കണ്ടോ. ദേവയ്ക്ക് ഫുഡ് കൊടുക്കുമ്പം അവന് ഭയങ്കര ഇഷ്ടക്കേടാണ്. മധുരം പോലും കഴിക്കാത്ത പിള്ളേരുണ്ടോയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. തന്നെയൊക്കെ എടുത്ത് വെച്ച് കുറച്ചൊക്കെ കഴിക്കുന്നുണ്ട്. അങ്ങനെ എന്തായാലും കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞു. ഓരോരുത്തരൊക്കെ വന്ന് ഗിഫ്റ്റൊക്കെ കൊടുക്കുകയാണ്. ദേവയുടെ ദീശുമോളാണ് ആദ്യം കൊടുക്കുന്നത് കേട്ടോ. ചേട്ടന് ഗിഫ്റ്റുമായിട്ടാണ് ദീശുവും ചാച്ചനും കൂടെ വന്നിരിക്കുന്നത്. എന്തോ ഭയങ്കര ഗിഫ്റ്റ് എന്നാണ് ചാച്ചൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവനെന്തെങ്കിലും എന്തായിരിക്കും, എനിക്ക് തോന്നുന്നു ഡ്രസ്സും ഐറ്റംസ് ഒന്നും അല്ല, വേറെ എന്തോ ടോയ്സ് എന്തോ ആണ്. അപ്പം അത് ഇവിടുന്ന് സർപ്രൈസ് ആണെന്നും പറഞ്ഞാണ് പറയുന്നത്. ഇനി ദേവയ്ക്കത് വീട്ടിൽ ചെന്ന് ഓപ്പൺ ചെയ്യുന്നത് വരെ ഒരു സമാധാനവും ഉണ്ടാവില്ല. എന്തായാലും ഗിഫ്റ്റൊക്കെ ആശാന്ത സ്വന്തമാക്കിയിരിക്കുകയാണ്. അങ്ങനെ ഓരോരുത്തർ ദീശു എന്ന് പറഞ്ഞാൽ ദേവയ്ക്ക് പിന്നെ വേറെ ആരെയും വേണ്ട. ദീശു അവൻ്റെ എല്ലാമാണ്. അങ്ങനെ അടുത്ത ഗിഫ്റ്റ് നമ്മുടെ അദ്വിക്കുട്ടനാണ്. അദ്വിയും ദേവയും പിന്നെ അവർക്കൊരു പരസ്പരം ഭയങ്കര സ്നേഹമാണ് കേട്ടോ. കെയറിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ. അങ്ങനെ അടിയോ വഴക്കോ അങ്ങനെ ഒന്നും കൂടാത്ത 2 പേരാണ്. അവർ തമ്മിൽ വാശി തർക്കം അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹപ്രകടനമുള്ളവരാണ്. അതാണ് വന്ന് നമ്മുടെ ആദിക്കുട്ടനും ടീമും. ആദിക്കുട്ടനാണെങ്കിൽ പിന്നെ ദേവയായിട്ട് മത്സരമാണ്, ഓട്ടം ചാട്ടം. അവൻ്റെ സെയിം ആളുകളാണ് ഇവിടെ. ആദിക്കുട്ടം ഉണ്ടെങ്കിൽ പിന്നെ ദേവയ്ക്ക് പിന്നെ ആരെയും വേണ്ട. തകർത്ത് ഓട്ടമായി ചാട്ടമായി എല്ലാം ആദിക്കുട്ടം മതി. കൺമണി പിന്നെ കുറച്ച് സൈലൻറ്റ് പേഴ്സണാണ്. കൺമണി ഇവരോട് കളിക്കുമെങ്കിലും അവൾ അധികമുള്ള ചാട്ടപ്രയോഗങ്ങളൊന്നുമില്ല. ഇവർ 2 പേരും ചേർന്നാൽ പിന്നെ അവിടെ സൈക്കിളോട്ടൊക്കെ ആയി ഓട്ടമായി ചാട്ടമായി. ദേവയ്ക്ക് പിന്നെ ഇവരെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി കേട്ടോ. അവൻ്റെ അതേ ഏജിലുള്ള ആളുകളെ കിട്ടുമ്പോഴാണല്ലോ അവർ ഹാപ്പിനെസ് കൂടുന്നത്. അടുത്ത നമ്മുടെ സോണി ചേച്ചിയും ഡാനിയാണ്.
ഇവർ രണ്ടുപേരും കുറച്ച് ഇളയ ആളുകളാണ് കേട്ടോ. അവർ റീസെൻ്റ്ലി വന്ന ആളുകളാണ് മറ്റുള്ളവരെ അപേക്ഷിച്ചിട്ട്. അങ്ങനെ എന്തായാലും ഇവരെ രണ്ടുപേരെയും നമ്മളൊന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇച്ചിരി പാടുള്ള കാര്യമാണ്. കാരണം ടേബിളും കാര്യങ്ങളും എല്ലാം കയറി ഇറങ്ങി ഇവരെ കണ്ടാലും ഇച്ചിരി കൂടെ വലിയ പിള്ളേരായാലും അതിൻ്റെ അപ്പുറമാണ്. ഇവരെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയണ്ട. പക്ഷേ ഇവർ രണ്ടുപേരെയും നമ്മൾ ഇച്ചിരി നോക്കേണ്ടതുണ്ട്. അങ്ങനെ എന്തായാലും ഞങ്ങൾ ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ എടുക്കുകയാണ്. ഞങ്ങൾക്ക് പിന്നെ എന്ത് പ്രോഗ്രാമാണെങ്കിലും ഫോട്ടോയും വീഡിയോ റീൽസ് ഇതൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ എന്തും. അങ്ങനെ എന്തായാലും കുറേച്ചേ ഓരോ പരിപാടികൾ ചെയ്ത് എടുക്കുകയാണ്. അങ്ങനെ എന്തായാലും ഞങ്ങൾ ഫുഡിനവിടെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് 10-16 പേർക്ക് കഴിക്കാനുള്ള ഫുഡിനാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. അവരുടെ സ്പെഷ്യൽ ഐറ്റമാണ്, റെമി സ്പെഷ്യൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ഉടനെ വരുമെന്ന പ്രതീക്ഷയിൽ ഞങ്ങൾ തകർത്ത് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കുകയാണ്. അതിനിടയിൽ ചിലർ കേക്ക് കഴിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് കേക്കേ കഴിച്ചുള്ളൂ. അപ്പോൾ അത് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് കേക്ക് കഴിക്കാനായിട്ട്. റെഡ് വെൽവെറ്റാണ് കേക്ക് പറഞ്ഞത്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ലക്ഷ്മി ബേക്കറിയിൽ നിന്നാണ് പറഞ്ഞത്. ഞാൻ അധികം അവിടുന്ന് കേക്ക് ഇങ്ങനെ വാങ്ങിച്ചിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. ഇപ്പം ബേക്കറിക്ക് അടുത്തായതുകൊണ്ട് താമസമായതുകൊണ്ട് ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് അവിടെ നിന്ന് ഓർഡർ ചെയ്ത് കേക്ക് വാങ്ങിയത്. പക്ഷേ സൂപ്പറായിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ട്. മറ്റുള്ള ബേക്കറിയെ അപേക്ഷിച്ച് അത്ര വലിയ റേറ്റും ഇല്ല. അപ്പം ആ കേക്കാണ് ഇവിടെ കട്ട് ചെയ്തത്. അങ്ങനെ ഞങ്ങളുടെ കുടുംബ ഫോട്ടോ എടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഫോട്ടോസും കാര്യങ്ങളും എല്ലാം എടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ രമി ചേച്ചി, ശാന്തി ചേട്ടൻ, കുഞ്ഞു ആവാസ് എല്ലാവരും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഫുഡിന് ഇടയ്ക്കിടയ്ക്ക് അവരെ ഓർമ്മിപ്പിക്കുന്നുണ്ട് കേട്ടോ. മിക്കവാറും അവർ നമ്മളെ ബഹളം നിമിത്തം അവർ പ്ലേറ്റുമായിട്ട് ഇങ്ങോട്ട് വരാത്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ബഹളം കൂടുന്നുണ്ട് ഇവിടെ. പിള്ളേരുടെ എണ്ണം വളരെ വളരെ കൂടുതലാണ്. എന്നാൽ എല്ലാവരും ആയിട്ടില്ല, ഇനിയും കുറച്ച് പേര് വരാനുണ്ട്. അപ്പം അവർക്ക് കുറച്ച് നേരം കൂടി നമ്മൾ വെയിറ്റ് ചെയ്യാമെന്ന് നോക്കി. അപ്പം അവരൊക്കെ വരട്ടെ എന്ന് വെച്ചു. ഇപ്പം തന്നെ നമ്മൾ ഏകദേശം എല്ലാവരും ആയിട്ടുണ്ട് കേട്ടോ. പിള്ളേരാണ് ഞാൻ വീണ്ടും പറയുകയാണ് കൂടുതൽ. ആ ടേബിൾ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, അവിടെ ഒരു ടിഷ്യൂ പേപ്പർ ഇല്ല, ഒരു ഗ്ലാസ് ഇല്ല, ഒരു പ്ലേറ്റ് ഇല്ല, ടൊമാറ്റോ കെച്ചില്ല, ഒന്നുമില്ല. എല്ലാം എടുത്തുകൊണ്ട് പോയിരിക്കുകയാണ്. കാരണം എല്ലാം പിന്നെ ആക്കി കളയും, അതുകൊണ്ടാണ്. അങ്ങനെ ടേബിളൊക്കെ വീണ്ടും ഞങ്ങൾ പണിഞ്ഞു കൊടുക്കണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. എന്തായാലും അതിൻ്റെ ആവശ്യമൊന്നും വന്നില്ല കേട്ടോ. ഈ ഫോട്ടോയും വീഡിയോ എന്നെടുക്കുന്നത് ഞാനൊന്നും അല്ല കേട്ടോ. ഞങ്ങളുടെ അച്ഛൻ്റെ കയ്യിലാണ് ഈ ക്യാമറ ഇരിക്കുന്നത്. അതാണ് ഈ ക്യാമറയ്ക്കൊരു ചരിവും തിരിവുമില്ല. അപ്പം നിങ്ങളത് ക്ഷമിക്കേണ്ടതാണ്. അപ്പോൾ ഫുഡ് വരാത്ത പക്ഷം ഞങ്ങൾ വീണ്ടും തുടരുകയാണ് വീഡിയോയും ഫോട്ടോയും എടുക്കാനായിട്ട്. വിശു ചേച്ചി കുറച്ച് നേരം റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നതെന്ന് പറഞ്ഞു. പക്ഷേ ചേച്ചിക്ക് ഇവിടെ റിലാക്സേഷനൊന്നും കിട്ടില്ല. ഇവിടെ പിള്ളേരുടെ ബഹളമാണ് ഈ കാണുന്നത്. ഇനി അവർ നമുക്ക് ഈ റമീസ് ഹോട്ടൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്താനായിട്ട് അവർ തരുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം അതിനും വേണ്ടി ഞങ്ങളവിടെ മേഞ്ഞിട്ടുണ്ട്. എന്തായാലും കുരുട്ട് 6 മാസം മുതലുള്ള ടീം അംഗങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. എല്ലാവരും ഇവരെ കുറച്ച് നേരമെങ്കിലും നമ്മൾ ഇച്ചിരി ഫ്രീഡം കൊടുക്കാമെന്ന് വെച്ചാൽ ഇവരവിടെ പൊളിച്ചെടുക്കും. അതുകൊണ്ട് കുറച്ച് നേരമെങ്കിലും ഈ ഫോണിൽ എന്തെങ്കിലും കാണിച്ചു കൊടുക്കാമെന്ന് വെച്ചു. പക്ഷേ ഇതിങ്ങനെ കാണിക്കുന്നത് ശരിയല്ല എന്നറിയാം. പക്ഷേ എന്താ ചെയ്യാനാ, ഒരു ഹോട്ടലല്ലേ അവിടെ. നമ്മൾ വിചാരിച്ചു ജസ്റ്റ് ചെല്ലുക, പെട്ടെന്ന് കേക്ക് കട്ട് ചെയ്യുക, പെട്ടെന്ന് ഫുഡ് കഴിക്കുക, പെട്ടെന്ന് ഇറങ്ങുക എന്നുള്ളൊരു പ്ലാനായിരുന്നു. പക്ഷേ ഞങ്ങൾ ഓരോരുത്തർ വരാനായിട്ട് കുറച്ച് ലേറ്റായി. അപ്പോൾ കുറച്ചൊന്ന് ലാഗ് അടിച്ചു. അപ്പം അതിൻ്റേതായ കുറച്ച് ലാഗ് അവിടെ പ്രശ്നങ്ങളെന്ന് വെച്ചാൽ വേറൊന്നുമില്ല. ഞങ്ങൾ ഓരോരുത്തർ വരാനായിട്ട് കുറച്ച് ലേറ്റായി. ഒരാളെത്തുമ്പോൾ ഒരാളെത്തില്ല. എല്ലാവർക്കും വർക്കും കാര്യങ്ങളും ഒക്കെയാണ്. അതിൻ്റെ ഇടയിലാണല്ലോ എല്ലാവരും ഓടിയെത്തുന്നത്. എന്തായാലും പക്ഷേ ഏകദേശം എല്ലാവരും വന്നിട്ടുണ്ട്. അങ്ങനെ ആദ്യം ഞങ്ങൾ സൂപ്പ് പറഞ്ഞു. എല്ലാവർക്കും മട്ടൺ സൂപ്പാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ മട്ടൺ സൂപ്പ് ആദ്യമൊന്നും ഇഷ്ടമല്ലായിരുന്നു. ഒരു 5 വർഷത്തിന് മുൻപേ ഇപ്പോൾ രഞ്ജിത്തേട്ടനാണ് എന്നെ മട്ടൺ സൂപ്പ് കുടിക്കാൻ പഠിപ്പിച്ചത്. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്ത സംഭവം എത്തിയിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ അവിടുത്തെ റമീസ് സ്പെഷ്യലാണിത് കേട്ടോ. അവർ കൂടുതൽ ആളുകളുള്ളപ്പോൾ എല്ലാവർക്കും കഴിക്കാൻ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ ഫുഡ് ഐറ്റമാണിത്. ഇതിനകത്ത് എല്ലാം ആഡാണ് കേട്ടോ. കുബൂസ്, റൈസ്, അങ്ങനെ ഏകദേശം എല്ലാ ഫുഡും അതിനകത്ത് ആഡ് ചെയ്യും. നമുക്കെല്ലാവർക്കും അത്യാവശ്യം നല്ല രീതിയിൽ വയറ് നിറഞ്ഞു കേട്ടോ. അതിനോടൊപ്പം പിന്നെ നൈസായിട്ട് ഞങ്ങൾ ഒരു ഫലൂടയും പറഞ്ഞു. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങിയാണ്. അപ്പോൾ എല്ലാവർക്കും നാളെയും മറ്റന്നാളും ഒക്കെ വർക്കുള്ളതാണ്. അപ്പോൾ ടൈം കളയണ്ടെന്ന് വെച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ വീട്ടിൽ ചെന്ന്
വീട്ടിൽ ചെന്ന ഉടനെ നമുക്ക് കുറച്ച് പരിപാടീസ് ഉണ്ട്. വേറൊന്നുമല്ല, ഗിഫ്റ്റൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്യുക. എനിക്കും സോണി ചേച്ചിക്കും സത്യം പറഞ്ഞാൽ ഈ ബർത്ത്ഡേ ഗിഫ്റ്റൊക്കെ കിട്ടുമ്പോൾ അതൊന്ന് ഓപ്പൺ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അങ്ങനെ ഞാൻ സോണി ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഓപ്പൺ ചെയ്യും, ഞാൻ വീഡിയോ എടുക്കുക എന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ വിനോദ് ചാച്ചൻ്റെ ഗിഫ്റ്റാണ് കേട്ടോ. എന്താണെന്ന് അറിയണ്ടേ. അപ്പം നമുക്ക് കുഞ്ഞ് ഗിഫ്റ്റായാലും നമുക്കത് സന്തോഷത്തോടെ സർപ്രൈസായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ഒത്തിരി സന്തോഷമാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകൾ, കുഞ്ഞു കുഞ്ഞു സർപ്രൈസുകൾ ഇങ്ങനെയൊക്കെ കിട്ടുമ്പോൾ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പോൾ ദേവയെക്കാഴി ആകാംക്ഷയുള്ള ഞങ്ങൾക്ക് രണ്ടുപേർക്കുമാണ് ഇതിനകത്ത് എന്താണെന്ന് അറിയണ്ടേ. അങ്ങനെ ദേവത ഓടിപ്പാഞ്ഞ് എവിടെയോ നിന്ന് വരികയാണ്. ബർത്ത്ഡേ ബോയ് ആകെ കുഴഞ്ഞിരിക്കുകയാണ് കേട്ടോ. അയ്യോ, ബർത്ത്ഡേ ബോയ്ക്ക് ഇത് കാറാണെന്ന് അറിഞ്ഞപ്പോൾ ഉള്ളൊരു സന്തോഷമുണ്ടല്ലോ. ചാച്ചനെ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വയ്ക്കുന്നു, എനിക്ക് അറിഞ്ഞുകൂടാ. ദേവയ്ക്കിനി എത്ര രൂപയുടെ ഡ്രസ്സ് കിട്ടിയാലും വേണ്ടിയില്ല, കാറ് കിട്ടിയപ്പോൾ അവൻ ഫുൾ ഹാപ്പി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് എന്താ പറയുന്നത്, ഒന്ന് ഓണാക്കി സ്റ്റാർട്ട് ചെയ്ത് അത് ഓട്ടിച്ച് കാണുമ്പോഴേ ദേവയ്ക്ക് സമാധാനം ആവത്തുള്ളൂ, അവൻ്റെ ചാച്ചന് സമാധാനം എത്തുള്ളൂ. അവൻ ഇതിൻ്റെ അപ്പുറമാണ്. അപ്പം ഇതാ വണ്ടികളും കാറുകളും കൊണ്ട് ഈ വീട് ഇപ്പോൾ ഏകദേശം ഫുള്ളായി വരികയാണ്. കുറേയൊക്കെ ഞാൻ പറയും ആക്രിക്കാർക്ക് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അടുത്തതായി എത്തിയിട്ടുണ്ട്. ഇനി ഇത് ഇന്നിപ്പോൾ രാത്രി ഇപ്പോൾ ലേറ്റായി, അതുകൊണ്ട് ഇന്ന് ചാർജൊക്കെ ചെയ്തിട്ടിട്ട് നാളെ ഇത് സ്റ്റാർട്ട് ചെയ്യാം എന്നാണ് ദേവയ്ക്ക് ഒരു പ്രോമിസ് കൊടുത്തിരിക്കുന്നത്. അപ്പം അതൊക്കെ ഓപ്പൺ ചെയ്ത് ഇനി അത് ഓപ്പൺ ചെയ്ത് കയ്യിൽ കിട്ടണമെന്ന് വരെ അവനൊരു സമാധാനവും കാണത്തില്ല. അങ്ങനെ ചേച്ചി എന്തായാലും അത് ഓപ്പൺ ചെയ്ത് കൊടുത്തു. അപ്പോൾ എന്തായാലും എന്താ കയ്യിൽ കിട്ടിയ സാധനം ഇനി ഇങ്ങനെയൊക്കെ വെച്ച് നോക്കുകയാണ് കേട്ടോ. ഇനി നാളെ നേരം വെളുക്കുമ്പോൾ ഇതിൻ്റെ പരിപാടി എന്തായാലും സ്റ്റാർട്ട് ചെയ്യും. വിനോദിനും ഉറക്കം കാണത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അവനും ഇങ്ങനത്തെയുള്ള അലുക്കുലത്ത് സാധനങ്ങളൊക്കെ ഓപ്പൺ ചെയ്യണം, അങ്ങനത്തെ പരിപാടികൾ അവനും ഭയങ്കര ഇൻട്രസ്റ്റാണ്. അപ്പോൾ ഇനി ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഇതിനോടല്ല താല്പര്യം, ഞങ്ങൾക്ക് ഡ്രസ്സുകളോടാണ് താല്പര്യം. അപ്പോൾ എന്താണെന്ന് നോക്കണമല്ലോ. അപ്പം തകർത്ത് അടുത്തതെന്ന് വെച്ചാൽ കണ്ണൻ ചേട്ടൻ്റെ ഗിഫ്റ്റാണ് കേട്ടോ. ഈ ഗിഫ്റ്റ് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. കാരണം ഇതൊരു ഗോവൻ ടച്ചുള്ള ഷർട്ട്സാണ്. ഇത് ഇട്ടുകൊണ്ട് ഗോവയ്ക്ക് പോയാൽ സൂപ്പറായിരിക്കും. അടിപൊളി ഷർട്ടുകൾ, നല്ല ഫ്രീക്ക് ഷർട്ട്സാണ്. അടുത്തത് നമ്മുടെ കല്യാൺ സിൽക്സിലുള്ള നമുക്ക് രമ്യ ചേച്ചി കൊണ്ടുതന്ന ഗിഫ്റ്റാണ്. നല്ല ഫ്രീക്കായിട്ടുള്ള പാൻറ്റും ഷർട്ടും ആയിരുന്നു. പക്ഷേ എന്തോന്ന് വെച്ചാൽ ദേവിക്ക് ഇത് വലുതായിരുന്നു. നോക്കി വലിയ പാൻറ്റ് പക്ഷെ നല്ല സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ദേവിക്ക് കിട്ടിയ ഗിഫ്റ്റുകൾ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.